എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും ഒരു സോറി പറയാണ്. നമ്മുടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ആള് കുറച്ചുകൂടെ വലുതാവേണ്ടതായിരുന്നു. എല്ലാവർക്കും ഇരിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ കോഴിക്കോട് എനിക്ക് ഇത്രയും വലിയ ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഹോള് കുറച്ച് ചെറുതായി പോയത്. എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങിയാണ്. പിന്നെ ഇനി എന്താ പറയാ, വല്ലാത്തൊരു അഭിമാനത്തിന്റെ നിമിഷത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ആദ്യമായിട്ടുള്ള ഒരു സംവിധാന സംരംഭമാണ് രക്തരേഖ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയുടെ പൂജാ ചടങ്ങിലേക്ക് നമ്മളെയൊക്കെ എന്നെയൊക്കെ സിനിമ സ്വപ്നം കാണാൻ പഠിപ്പിച്ച എന്താ പറയാ നമ്മുടെ PM വിനു സാറ്, അതേപോലെ തന്നെ ഒരുപാട് കാലത്ത് എൻ്റെ സുഹൃത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാ ഒരു വഴികാട്ടി എന്നൊക്കെ പറയുന്ന പോലെ സന്തോഷ് ഗിയാർ സാറ്, അതുപോലെ തന്നെ നവാസ്, പിന്നെ വിനോദേട്ടന്, അങ്ങനെ ഒരുപാട് ആളുകൾ, ദാസേട്ടന്, ജയ്കുമാർ, എല്ലാവരും ഉണ്ട്, നിർമ്മൽ, എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ഒരു സംസാരിക്കാൻ കഴിഞ്ഞതിലും നമ്മുടെ സിനിമ എന്താ പറയാ ഓൺ ചെയ്യാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ സിനിമയെ കുറിച്ചിട്ടൊരു രണ്ടു വാക്ക് പറയുകയാണെങ്കിൽ, വിനു സാർ പറഞ്ഞു രക്തരേഖ എന്ന പേര് കേൾക്കുമ്പോൾ കൊലപാതകം, തീർച്ചയായിട്ടും അതുപോലത്തെ ഒരു സിനിമയാണെങ്കിൽ പോലും കൊലപാതകം ചെയ്യരുത് എന്ന് പറയുന്ന, കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്താണ്, സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്നുള്ള രീതിയിലും കൂടിയാണ് നമ്മുടെ ഈ സിനിമ പറഞ്ഞു പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാക്കേജ് ആയിരിക്കും. കോമഡിയും സസ്പെൻസും പ്രണയവും ഒരു കുടുംബവും അങ്ങനെയായിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും ഈ സിനിമ എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു തിരക്കഥയും ഒരു സംവിധായകനും ഉണ്ടായതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു സിനിമ ഉണ്ടാവുകയില്ല. ആ സിനിമ ഉണ്ടാവണമെങ്കിൽ ഒരു വലിയൊരു കൂട്ടായ്മ വേണം. പ്രത്യേകിച്ചിട്ട് പൈസ ഇറക്കിയിട്ടുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ പൈസ ഇറക്കാനുള്ള കുറച്ച് ആളുകളൊക്കെ അതിൽ കൂടെ വേണം. റെയിൻബോ എന്റർടൈൻമെന്റ്സ് എന്ന ബാനറിൽ നമ്മുടെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഈ സിനിമ ചെയ്യുന്നത്. അതിന് എന്താ പറയാ, ആളുകളൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ അവരെയും കൂടി ഒന്ന് വേദിയിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മിസ്റ്റർ സുബൈർ, അതുപോലെ തന്നെ നമ്മളോട് കൂടെയുള്ളതാണ് മിസ്റ്റർ ഉണ്ണിയുടെ വാ. അതുപോലെ ഒരാള് ഖത്തറിലാണ്, ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇല്യാസ് എന്നാണ് പേര്. നമ്മുടെ ഇല്യാസിന്റെ മോൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന് പേരിലേക്ക് വരും. പിന്നെ തീർച്ചയായിട്ടും നമ്മളൊരു സിനിമ എന്ന് പറയുമ്പോഴേ ഒരുപാട് സമയം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. പല ആളുകളുമായിട്ട് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്കൊരു ബാക്ക് ബോൺ ആയിട്ട് നമ്മളെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഭാര്യ തന്നെയാണ്, അല്ലെ? ഭാര്യ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പിടിച്ചു വലിക്കണേ, എന്താ നിങ്ങളാ പോകുന്നത്, എന്തിനാ പോകുന്നത്, അവരോടെന്താ സംസാരിക്കുന്നത്, ഇവരോടെന്താ സംസാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൾവലിഞ്ഞു പോകും. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാവും. തീർച്ചയായിട്ടും എന്നോട് സിനിമയെ കുറിച്ച് കൂടുതൽ സംസാരിക്കണം, നിങ്ങൾ സിനിമ മാത്രം ചെയ്യണം, സിനിമയെ കുറിച്ച് സംസാരിക്കണം, സിനിമ തന്നെ സ്വപ്നം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഭാര്യ അതുപോലെ പിന്നെ സിനിമ സ്വപ്നം കണ്ട് നടന്ന സമയത്ത് ഇതുപോലെ എല്ലായ്പ്പോഴും പണിക്കൊന്നും പോകാൻ കഴിയില്ല. പണിക്ക് പോകുന്ന സമയത്തേക്ക് ഇന്ന സ്ഥലത്തൊരു ഷൂട്ടുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം, ഒരു കഥയുണ്ട്, അപ്പോൾ സംവിധായകനോട് പറഞ്ഞു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല ഓട്ടോ ആയിരുന്നു. ആ സമയത്ത് കാര്യമായി വീട്ടിലേക്കൊന്നും സമ്പാദിച്ചു കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോഴും കയ്യിലിരുന്ന പൈസ എടുത്ത് തന്നിട്ട് നീ പോയിട്ട് വാടാ, അല്ലെങ്കിൽ നീ അത് ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സിനിമ എന്താ പറയാ എന്നൊരു സംവിധായകനായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എൻ്റെ ഉപ്പയും ഉമ്മയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോടിന്റെ ഒരു വലിയ ഒരു സൗഹൃദം സിനിമയുടെ കാര്യത്തിലുണ്ട്. ഞാനിങ്ങനെ കുറച്ച് ഒരു ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് എന്നോട് നീ സിനിമ ചെയ്യണം, നമുക്ക് സിനിമ ചെയ്യാൻ, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് എനിക്കൊരു സപ്പോർട്ട് തന്ന കുറച്ച് ആളുകളുണ്ട്. യഹിയ, ഇല്യാസ്, ഒരു ഷെഫിന്, അതുപോലെ കുറച്ച് ആളുകൾ, ഷൗക്കത്ത്, ഇനി പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, മുത്തു, എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ കൃഷ്ണകുമാർ, റോഷ എവിടെ? റോഷൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. സിനിമ മാത്രമേ സംസാരിക്കാനുള്ളൂ, എന്ത് പറഞ്ഞാലും സിനിമയിൽ ചെന്ന് അവസാനിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ സിനിമ ഒരുപാട് ആളുകളെയൊക്കെ വിളിക്കാനും എൻ്റെ കൂടെ നിന്നിട്ട് എന്നെ സഹായിച്ച നമ്മുടെ ആസാദ്, അതുപോലെ പ്രശാന്ത് ഓക്കെ, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു പരിശ്രമമാണ് നമ്മുടെ ഈ രക്തരേഖ എന്ന് പറയുന്ന സിനിമ.
ഈ സിനിമ നമുക്ക് ഒരു ജാനുവരി ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് നമുക്ക് കോഴിക്കോട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. കോഴിക്കോടും പരിസരങ്ങളിലുമായിട്ടാണ് നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു ജനുവരി ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് നമുക്കിത് തുടങ്ങണം. എല്ലാവരും അതുപോലെ നിങ്ങൾ എല്ലാവരെയും സഹായം ഉണ്ടായിരിക്കണം. ഈ പൂജയിൽ വന്ന് എന്നെ സഹായിച്ചതുപോലെ ഇതിൽ പങ്കെടുത്തതുപോലെ ഈ സിനിമയുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യത്തിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പൂജയിലേക്ക് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.